കെജ്രിവാളിൻ്റെ അറസ്റ്റിന് തൊട്ട് പുറകെ ചോദ്യത്തിന് കുഴ വാങ്ങി എന്നുള്ള ആരോപണത്തിൽ മഹോമയുടെ വീട്ടിലും ഓഫീസിലും CBI റെയ്ഡ് നടത്തുന്നു. ഡൽഹിയിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ വേറൊരു MLAയുടെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടത്തുന്നത്. അത് ED ആണോ CBI ആണോ റെയ്ഡ് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല. ഏത് കേസിലാണ് റെയ്ഡ് നടത്തിയതെന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ ഇങ്ങനെ വ്യാപിപ്പിച്ചു വരികയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ വിവിധ ഏജൻസികൾ. അത് ഏത് സമയത്തും എവിടെയും ആർക്കെതിരെയും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു അന്തരീക്ഷമാണ് രാജ്യത്തുള്ളത്. അതായത് ഈ ഒരു എലക്ഷൻ പ്രൊസീജിയർ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ ഇൻകം ടാക്സോ അല്ലെങ്കിൽ CBI പോലുള്ള കേന്ദ്ര ഏജൻസികൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനേക്കാൾ മുകളിൽ ഇലക്ഷൻ പ്രോസസ് ഡിസൈഡ് ചെയ്യുന്ന ഇലക്ഷൻ്റെ പ്രക്രിയ ഡിസൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് മറ്റ് ഈ പറഞ്ഞ പോലത്തുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കുമെങ്കിൽ കൂടി ഈ എന്താ പറയുക ഇത്തരം ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് വരുന്നൊരു യാഥാർത്ഥ്യം മുമ്പിലുണ്ട്. ഇതിപ്പോൾ രാജീവ് പറഞ്ഞാൽ ശരിയാണ്. ഇപ്പോൾ ഇത് മഹബൂബ മൈത്രയുടെ ബംഗാളിലോ അല്ലെങ്കിൽ രാജേന്ദ്രനാഥ് ഡൽഹിയിലോ നിൽക്കാൻ പോകുന്നില്ല. ഇത് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ ഒരു ഫോർമൽ എല്ലാ സ്ഥലത്തേക്കും നടപ്പാക്കാൻ കാര്യം മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ച തന്നെ മാറ്റിയെടുക്കാം എന്നുള്ള തരത്തിൽ ഇതിലേക്ക് ചർച്ച കൊണ്ടുവരാം. ഇന്ന് ഈ ഒരു തരത്തിലൊരു ആലോചന അവർക്കുണ്ടാവാം. അതിപ്പോൾ ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്, എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ ഇപ്പോൾ ഇനി ദിവസങ്ങളും കാണാൻ പറ്റും ഈ രീതിയിലാണത് അൺട്രാവൽ ചെയ്യാൻ പോകുന്നുള്ളത്. പക്ഷേ ഇവിടെ മഹബൂബ മൊയ്ത്രയ്ക്കെതിരെ നടപടി നിങ്ങൾ പറഞ്ഞ പോലെ ബംഗാളിൽ പക്ഷേ അവർ മത്സരിക്കേണ്ട അവർക്ക് അനുകൂലമാവാനും തൃണമൂൽ കോൺഗ്രസ്സിന് പലതരം തന്ത്രങ്ങളുള്ള പാർട്ടിയാണ്. അവർ പരമാവധി അവർക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാര്യം അവിടെ ഒരുപക്ഷെ BJP ദുർബലപ്പെട്ടെ കാര്യം വേറെ തരത്തിലൊരു ബംഗാളി വികാരമൊക്കെ ഉയർത്തിക്കൊണ്ട് അവരൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാര്യം അവിടെ തൃണമൂൽ കോൺഗ്രസ് എല്ലാവരും ആ ഒരു സ്ട്രാറ്റജി അറിയുന്ന പാർട്ടിയാണ്. കാര്യം അവർക്ക് നല്ല ശക്തിയുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, നമുക്ക് അനുമാനിക്കാവുന്ന കാര്യം, ഈ ചർച്ചകൾ ഇതിലേക്ക് കേന്ദ്രീകരിക്കുക, ഈ അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുക, ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയത്തെ മൂടി വയ്ക്കുക, ഒപ്പം മറ്റ് അജണ്ടകളുടെ രീതിയിൽ പറയാം. ഇതാണ് ആത്യന്തികമായി നമ്മൾ കാണുന്നതാണ് വികസിത് ഭാരത് ചർച്ച എല്ലാം പ്രധാനമായി മാറിയത്. അവസാനം ആൻറ്റി കറപ്ഷൻ നിലയ്ക്കുള്ള ആരോപണങ്ങൾ മാത്രം ചർച്ച ചെയ്ത് വരുന്നൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ഇലക്ഷനോട് അടുക്കുന്ന സമയത്താണ് ജനുവരി 22-ന് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. അതോടുകൂടി അതായിരിക്കും ഈ പൊളിറ്റിക്സിനെ നിർണ്ണയിക്കുക എന്നുള്ളൊരു പ്രതീതി ക്രിയേറ്റ് ചെയ്തിരുന്നു BJP. പക്ഷേ അത് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് CAA വരുന്നത്. CAA പ്രഖ്യാപിച്ചപ്പോൾ ഇതിനെതിരെ വലിയ ജനരോഷം ഉയരും, വലിയ പ്രതിഷേധങ്ങളുണ്ടാവും. അപ്പോൾ ഇത് എന്താ പറയുക പോളറൈസ് ചെയ്യാം, അതിന് പറ്റിയൊരു ടൂളാണ് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ അവസരവും നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈ പല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിന് ശേഷമുള്ളൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള നിലയിലാണോ ഇപ്പോൾ ഈ 2014 മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ കൂടുതൽ ശക്തമായി ഉപയോഗിക്കാം എന്നുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത്? ഈ രാജീവ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ പ്രയോഗമാണ്. ഇപ്പോൾ ഏതൊക്കെ തന്നെ ഇനിയുള്ള സർജിക്കൽ സ്ട്രൈക്ക് എന്ന് അറിയില്ല. ഒരു പക്ഷേ BJP പോലെ പാർട്ടിയെ നമ്മൾ കുറച്ചുകൂടി വേറെ രീതിയിൽ പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ പലപ്പോഴും ഫാഷിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസിക്കലായ ഒരു ഫാഷിസ്റ്റ് പാർട്ടിയുടെ രീതി മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചില പലതരത്തിലുള്ള സ്വഭാവങ്ങളും ഉൾക്കൊണ്ടും പ്രാദേശിക സ്ഥലത്ത് മത്സരിച്ചും പഞ്ചായത്തുകൾ സംസ്ഥാനം മത്സരിച്ച് ഇതിനെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു വരുന്ന ഒരു തരത്തിലുള്ള സമഗ്രാധികാര സ്വഭാവമുള്ള പാർട്ടിയാണത്. പല തന്ത്രങ്ങൾ ആവിഷ്കരിക്കാം. അതുകൊണ്ട് പല തന്ത്രങ്ങൾ കാര്യം നമ്മൾ അത്ര ഒരു പാർട്ടി അനുഭവം ഇന്ത്യൻ ജനാധിപത്യത്തിലും ലോക ജനാധിപത്യത്തിലും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇത് ജർമ്മനിയിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ നടന്നൊരു കാര്യത്തായിട്ട് താരതമ്യപ്പെടുത്തുന്ന ചില പ്രശ്നമുണ്ട്. കാര്യം ഇത് വേറെ തരത്തിൽ രൂപീകരിക്കുന്ന പാർട്ടിയാണ്. അതിൻ്റെ വേരുകളൊക്കെ തന്നെ വേറെ തരത്തിലാണ്. ഒരു ഒക്ടോപ്പസ് സ്വഭാവമുള്ള രീതിയിൽ അതിൻ്റെ അപ്പോൾ ഒരു തന്ത്രമായിരിക്കില്ല. ഇവർ ചിലപ്പോൾ മൾട്ടി പ്രോങ്ഡ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കാം, പല സെഗ്മെൻറ്റിൽ അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ ഇതിനെ പ്രതിപക്ഷം ജാഗ്രതപ്പെടേണ്ട കുറേ കാര്യമുണ്ട്. ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം BJP പോലൊരു പാർട്ടിയെ നേരിടുമ്പോൾ ലളിത സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരിടാൻ പറ്റില്ല. അവിടെ അല്ലെങ്കിൽ അവർ നിസ്സാര സീറ്റുകളുടെ കാര്യത്തിൽ തർക്കിച്ച് പരിഹരിക്കാൻ പറ്റില്ല. പ്രതിപക്ഷത്തിന് വലിയ പാടുണ്ട്. കാര്യം BJP പോലൊരു പാർട്ടി അതിൻ്റെ മൾട്ടിമോൺ സ്ട്രാറ്റജി, അതിൻ്റെ ആലോചന രീതികൾ, അതിൻ്റെ പ്രവർത്തന രീതികൾ പലതരത്തിൽ അത്ഭുതപ്പെടുന്ന രീതികൾ, സർപ്രൈസ് അറ്റാക്കുകൾ, സർജിക്കൽ സ്ട്രൈക്കുകൾ, ഇങ്ങനെ പല മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിന് പ്രക്രിയയിൽ ഇവർ ഏർപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നേരിടാൻ പുതിയ തരത്തിൽ മനസ്സിലാക്കാനും പുതിയ തരത്തിൽ വിട്ടുവീഴ്ച നടത്താൻ പുതിയ ഐക്യം രൂപപ്പെടുത്താനൊക്കെ സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളും ഈ കരഞ്ഞു കേണ്ടിട്ട് കാര്യമില്ല. കാര്യം BJP എന്തായാലും നടപടിയെടുക്കും. അപ്പോൾ കുറേ സിമ്പതി വോട്ട് കൊണ്ട് മാത്രം അല്ലെങ്കിൽ കരഞ്ഞും കേണുകൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ രക്ഷത്തൊന്നുമില്ല. ഇതിനെ നേരിടാൻ സംവിധാനം ഉണ്ടാകും. നേരിടാൻ സംവിധാനം ആത്യന്തികമായി വേണ്ടത് പ്രധാനമായിട്ട് വിട്ടുവീഴ്ചയാണ്. ഐഡിയോളജിക്കൽ വിട്ടുവീഴ്ച. ഐഡിയോളജി ഒന്നേ ഉള്ളൂ. പ്രിൻസിപ്പൾ നമ്മൾ പറഞ്ഞ പോലെ മുഖ്യ വൈരുദ്ധ്യം BJP പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് പരസ്പരമുള്ള ചെറിയ എന്താ പറയുക മറ്റു തരത്തിലുള്ള ആഭ്യന്തര ആൻറ്റഗോണിസം മുഖ്യ വൈരുദ്ധ്യമായി കൊണ്ട് പരതിയിൽ രാഷ്ട്രീയത്തെ പ്ലേസ് ചെയ്യുന്നത് ഭാവി ഗുണമായിരിക്കില്ല. കാര്യം അത് ഇന്ത്യൻ ജനാധിപത്യത്തെ മുഴുവൻ കാണുകയാണെങ്കിൽ വൈരുദ്ധ്യം ഈ നിലയ്ക്കാണ് നിൽക്കുന്നത്. BJPയുടെ അപ്പോൾ ഈ ഒരു ഇൻ്റലിജൻസ് രീതി, അവരുടെ പ്രവർത്തന രീതി കൂടുതൽ ഗൗരവമായി കണ്ട് അത്തരമൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ ബാധ്യതയുണ്ട്. കാര്യം നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ചിലപ്പോൾ പല തന്ത്രമായിരിക്കാം, ഒന്നായിരിക്കില്ല. രാമക്ഷേത്രം, CAA,
അതുപോലെ തന്നെ ഈ അഴിമതി വിരുദ്ധത, ഇങ്ങനെ ഇനി അടുത്ത വരാൻ പോകുന്ന സർജിക്കൽ സ്ട്രൈക്ക് നമുക്ക് എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള പല തന്ത്രങ്ങളും ആവിഷ്കരിക്കാവുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അതിനുള്ള അവർക്കുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, അതിനുള്ള അന്തരീക്ഷമുണ്ട്, പാർട്ടി ശക്തിയുണ്ട് അവർക്ക്. അത് കുറച്ച് കാണുന്നതല്ല. കാര്യം നമ്മൾ ആരെയാണോ നേരിടാൻ പോകുന്ന ഐഡിയോളജിക്കലി നേരിടുന്ന സമയത്ത് ആ ശക്തി മനസ്സിലാക്കുന്നതായിരിക്കും. എന്താണ് ആ പാർട്ടിയുടെ ശക്തി, അതിൻ്റെ ഗൗരവം. അത് പ്രതിപക്ഷ പാർട്ടികൾ പലപ്പോഴും മനസ്സിലാക്കാൻ വിമുഖത കാണിക്കുക, അല്ലെങ്കിൽ ചില ആഭ്യന്തര തർക്കങ്ങൾ ഏർപ്പെടുന്നുള്ളത് ജനാധിപത്യത്തിന് ഗുണമല്ല. അതുകൊണ്ട് BJP ശക്തിപ്പെടുന്ന പലപ്പോഴും ഈ പ്രതിപക്ഷത്തിൻ്റെ അനൈക്യവും അവർക്കൊരു കോമൺ അജണ്ട ഇല്ലാതിരിക്കുന്നത്. ഒരു കോമൺ അജണ്ട രൂപപ്പെടാൻ എന്തുകൊണ്ട് അത്ര ബുദ്ധിമുട്ട്? എല്ലാ പാർട്ടികളെയും BJP ഒരുമിച്ച് നേരിടുന്നത്. BJPക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു സിമ്പതി അവർ കാണിക്കുന്നില്ല. അവർ നേരിടാൻ തയ്യാറാണ്. BJP ശക്തമായ നടപടികളിലേക്ക് പോകുന്നു. എന്നിട്ട് അവർക്കൊരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളത് ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോഴും പ്രതിപക്ഷത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, അധികാരത്തിൽ വരിക എന്നതിലപ്പുറം ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ ഡെമോക്രസി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കാഴ്ചപ്പാട് രൂപീകരിക്കാൻ പ്രതിപക്ഷം സാധിക്കണം. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അത് ജനാധിപത്യത്തിന് മാത്രമല്ല, അവർക്കും അവരുടെ സർവൈവലിൻ്റെ പ്രശ്നം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുപോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു ഗതികേടിലാണ് പ്രതിപക്ഷം. അപ്പോൾ അത് ആണ് നമ്മുടെ മുമ്പിൽ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാവി ഒരു ചോദ്യം ഒരു പ്രധാന വിഷയമാവുന്നൊരു കാര്യമാണല്ലോ 2024.